السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين فمن تولى بعد ذلك فأولئك هم الفاسقون. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും മറ്റു മാധ്യമങ്ങൾ കൂടിയുമെല്ലാം കേൾക്കുന്നതായ നമ്മുടെ സഹോദര സഹോദരിമാരെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുന്ന അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ എന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. റബ്ബ് അതിന് നമുക്ക് സഹായിക്കട്ടെ. വിശുദ്ധ ഭൂമിയിൽ മക്കയിലോ മദീനയിലോ താമസിക്കാൻ ചാൻസ് കിട്ടിയവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കാൻ പാടുപെടുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ നാം ഇവിടെ ആരംഭിച്ചു വെച്ചതായ സബ്ജക്റ്റ് പഴയ മുഖങ്ങൾക്കറിയാവുന്നതുപോലെ അത് ഒരു സമുദ്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ വിശാലമായി പരത്തി 10-12ഓളം വർഷങ്ങൾ ചർച്ച ചെയ്തതായ സബ്ജക്റ്റായിരുന്നു ഇവിടെ മദീനയിൽ നടക്കാറുള്ള ക്ലാസ്സുകളിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രം എന്നത്. അതിപ്പോൾ ഈ പ്രാവശ്യം അല്ലാഹു തൗഫീഖ് ചെയ്താൽ വളരെ ഷോർട്ടായിട്ടാണ് നാം ഇവിടെ കേൾക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിച്ച് സമാപിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവേൽപ്പിന് മുമ്പായി ഇവിടെ റസൂലുള്ളാഹിയുടെ വരവേൽപ്പിനെ സ്ഥിരീകരിക്കുന്ന സ്ഥാപിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്നോണം ഇർഹാസാത്ത് എന്ന പേരിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇവിടെ സ്ഥാപിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നു, പ്രകടമാക്കിക്കൊണ്ടേ ഉണ്ടായിരുന്നു പല ദൃഷ്ടാന്തങ്ങളിലൂടെ എന്ന് നാം പഠിച്ചു. അത് നുബുവത്തിന് മുമ്പുള്ളതായ ദൃഷ്ടാന്തങ്ങൾക്ക് ഇർഹാസാത്ത് എന്നാണ് പേരെന്നും നാം പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തെക്കുറിച്ചും അപ്പോൾ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളിലേക്കെല്ലാം സൂചന നൽകി. അങ്ങനെയുള്ള ഇർഹാസാത്തുകളിൽ പെട്ടത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിലൂടെ മുമ്പുള്ളതായ നബിമാർക്ക് നൽകിയതായ സന്തോഷവാർത്തകളിൽ ആരുൾക്കൊള്ളുന്നു? ആ നബിമാരിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാമിനെ പോലത്തെ നബിമാരിലൂടെ അവരിലേക്ക് അള്ളാഹു ഇറക്കിയതായ തൗറാത്ത്, ഇഞ്ചീൽ എല്ലാം ആ സന്തോഷവാർത്തയിൽ ഉൾക്കൊള്ളുന്നു എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ ആയത്ത് ഓതാൻ കാരണം. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة മുമ്പുള്ളതായ
നബിമാരിൽ നിന്നിട്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഉടമ്പടി ചെയ്തതായ, വാഗ്ദാനം ചെയ്തതായ സന്ദർഭത്തെ, അവരോട് മീസാഖ് നടത്തിയതായ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക, സ്മരിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നത് ഈ ഖുർആനിൻ്റെ ഉടമകളോടാണ് പറയുന്നത്. എന്തേ? അതിലൂടെ നമുക്ക് പാഠം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ. എന്തായിരുന്നു നബിമാരോടെല്ലാം അള്ളാഹു ഉടമ്പടി വാങ്ങിയത്? വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ ഗ്രന്ഥങ്ങളെയും ഹിക്മത്തിനെയും നൽകിയതിൻ്റെ ശേഷം സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളോട് കൂടി ഞാൻ ഇറക്കിയതായ ഗ്രന്ഥത്തെ, നിങ്ങളുടെ തത്വത്തെ, നിങ്ങളിലുള്ളതായ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതായ തത്വത്തെ സ്ഥിരീകരിക്കുന്നതായ ഒരു ദൂതർ വരികയാണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ, ഉദ്ദേശം മുമ്പുള്ളതായ സർവ്വ മുഫസ്സിറുകൾ പറയും പോലെ മുമ്പുള്ള സർവ്വ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൂതരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബിഅസത്തിലേക്ക്, അവരുടെ വരവേൽപ്പിലേക്ക് സന്തോഷ വാർത്ത അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ അള്ളാഹു പറയുന്നു. അങ്ങനെ കിതാബും ഹിക്മത്തും നൽകപ്പെട്ട ശേഷം ദൂതർ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ കൂടെയുള്ളതായ ഗ്രന്ഥങ്ങളെ, തത്വങ്ങളെ, ആദർശങ്ങളെ സ്ഥിരീകരിക്കുന്നവരായിരിക്കും അദ്ദേഹം. അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? ലതുഅ്മിനുന്ന ബിഹി, ആ ദൂതരെ കൊണ്ട് വിശ്വസിക്കണം. അവരെ കൊണ്ട് നിങ്ങൾ കെട്ടുറപ്പുള്ള വിശ്വാസികളായി മാറണം എന്ന് നബിമാരോടാണ് റബ്ബ് പറഞ്ഞത്. മുമ്പ് ഇവിടെ വന്നുപോയ നമ്മുടെ 1,24,000 നബിമാർ മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരുന്നു, ഉടമ്പടി ചെയ്തിരുന്നു. അഥവാ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി വരുന്നതെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അവരെ കൊണ്ട് വിശ്വസിച്ചാലേ തീരൂ എന്ന് മാത്രമല്ല, വല തൻസുറുന്ന, നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചാലേ തീരൂ. അവരുടെ ബാക്കിൽ അണിനിരന്നുകൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുക, അവരുടെ കൂടെ പോരാടുക, അവരുടെ കൂടെ യുദ്ധം ചെയ്യുക, അവർ കൊണ്ടുവന്ന ആദർശത്തിന് പിന്നിൽ അണിനിരക്കുക. നിങ്ങളുടെ കൂടെയുള്ള ആ ശരീഅത്ത് അവിടെ സ്റ്റോപ്പായി, അത് ക്യാൻസലായി എന്നൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഈ ഖുർആൻ, ഈ ഇസ്ലാം, ഈ ആദർശം വരലോട് കൂടി ഇതിനു മുമ്പുള്ളതായ സർവ്വ ശരീഅത്തും ക്യാൻസലായി. എല്ലാ ശരീഅത്തിൻ്റെയും ഉടമകളായ നബിമാരിലേക്ക് അള്ളാഹ് നിയോഗിച്ചതായ ആ മെയിൻ ആദർശമാകുന്ന തൗഹീദ് ഒഴിച്ച് ആ തൗഹീദിൽ എല്ലാവരും ഏകീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും പേര് എന്ത്? മുസ്ലിങ്ങളെന്ന്. എന്ന് മാത്രമല്ല, ഇത് പഠിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നുണ്ട്, നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? മതങ്ങൾ, സമാവിയായ മതങ്ങൾ എന്ന ധ്വനി ഇവിടെ കേൾക്കപ്പെടാറുണ്ട്. ഇന്നത്തെ യുഗത്തിൽ കേൾക്കപ്പെടാറുള്ള, നെറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റു വാട്സപ്പുകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയുമെല്ലാം സമാവിയായ മതങ്ങൾ എന്ന് പറയപ്പെടാറുണ്ട്. ആ പദം പറയുന്നതിൽ ആരുണ്ട്? പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് പറയുന്നവർ വരെ ഉണ്ടാവാറുണ്ട്. മുസ്ലിങ്ങളെന്നല്ല, പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് പറയുന്നവരേക്കും മതങ്ങൾ എന്ന് പറയപ്പെടാറുണ്ട്. അത് തെറ്റായ പദമാണ്. മതങ്ങൾ ഇവിടെ ഇല്ല. ഒരു മതമേ അള്ളാഹു ഇറക്കിയിട്ടുള്ളൂ, അതിൻ്റെ പേരാണ് ഇസ്ലാം. അതിന് ആ മതത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സർവ്വ നബിമാർ വന്നത്. ആ മതത്തിൻ്റെ പരിപൂർണം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മുടെ മുമ്പിൽ അന്ന് വിഷമങ്ങളുന്നവരായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പോൾ അവരുടെ വരവേൽപ്പിലേക്ക് മുൻകൂട്ടി കാലേക്കൂട്ടി വിവരമറിയിച്ചു എന്ന് മാത്രമല്ല, അഥവാ എത്രത്തോളം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വാക്ക് നിങ്ങൾക്ക് മനഃപ്പാഠമുണ്ടായിരിക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് റസൂൽ പറഞ്ഞ വാക്ക് എന്ത്? ലൗകാന മൂസ ഹയ്യൻ, മൂസ നബി ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസിഅഹു ഇല്ല തിബാഇ, മൂസയ്ക്ക് എൻ്റെ ബേക്കിൽ അലൈഹിസ്സലാം എൻ്റെ ബേക്കിൽ അണിനിരക്കല്ലാതെ നിർവാഹമില്ല, എൻ്റെ ബേക്കിൽ അണിനിരക്കലല്ലാതെ നിർവാഹമില്ല. അഥവാ എന്നെ കൊണ്ട് വിശ്വസിച്ച് എൻ്റെ ഉമ്മത്തിയായി ജീവിക്കേണ്ടി വരും മൂസയ്ക്ക്. ഇതുപോലെ അവസാന കാലഘട്ടത്തിൽ മഹാനായ ഈസ അലൈഹിസ്സലാം 4ാം ആകാശത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വേളയിൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തായിട്ടാണ് ഇവിടെ അവരുടെ ശരീഅത്തുമായിട്ടാണ് ജീവിക്കുക. അവർ ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഇവിടെ നടപ്പാക്കപ്പെടുന്നതല്ല, അത് ക്യാൻസലായി. എന്നാൽ ഇതെല്ലാം നമുക്ക് അറിയിക്കുന്ന സന്തോഷ വാർത്ത എന്താണ്? റസൂലുള്ളാഹിയുടെ വരവേൽപ്പിനെ കുറിച്ച് മുമ്പുള്ളതായ നബിമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകുകയും അവരോടെല്ലാം ഉടമ്പടി
വാങ്ങുകയും ചെയ്തു. അഥവാ മുഹമ്മദ് നബി നിങ്ങളുടെ കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബേക്കിൽ നിങ്ങൾ അണിനിരക്കുമെന്നും, എന്നിട്ട് ഖാല അഖറർതും വഅഖസ്തും അലാ ദാലിക വഅഖസ്തും അലാ ദാലികും ഇസ്രി, നിങ്ങൾ ഇതിനെയെല്ലാം ഈ പറഞ്ഞതായ ഈ വാഗ്ദാനം പുലർത്തുമെന്ന് നിങ്ങൾ അംഗീകരിച്ചോ, സമ്മതിച്ചോ എന്ന് അള്ളാഹു ചോദിച്ചു എന്നാണ്. അപ്പോൾ അഖറർനാ എന്നവർ മറുപടി നൽകി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സാക്ഷി നിൽക്കുക, ഞാനിതാ നിങ്ങളോടൊപ്പം സാക്ഷിയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ പ്രാധാന്യം നൽകിയും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവേൽപ്പിനെ കുറിച്ച് സംസാരിച്ചത് ഈ ആയത്തിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിറക്കിയതായ ബുഖാരിയിൽ കാണുന്നത് പോലെ, ബുഖാരിയിൽ 2125 നമ്പർ ഹദീസിൽ കാണാവുന്നതാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ആണ് റിപ്പോർട്ടകൻ. അദ്ദേഹത്തോട് അതാ ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ് ചോദിച്ചതായ ചോദ്യത്തിന് മറുപടി എന്നോണം മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സിഫത്തുകൾ എങ്ങനെയായിരുന്നു തൗറാത്തിൽ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ തൗറാത്തിലുള്ളതായ വിശേഷതകളെ, പ്രത്യേകതകളെ മഹാനായ അംർ ഇബ്നുൽ ആസ് എണ്ണിപ്പറഞ്ഞതായ ശൈലി മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ നേരത്തെ കൽപ്പിച്ചതായ ആ നമ്പർ പരിശോധിച്ചാൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. അതെ, ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്തി ബിബഅദി സിഫതിഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞതായ ചില സിഫത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിട്ട് മറ്റൊന്ന് മനസ്സിലാക്കാം, എന്ത്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ തൗറാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ അവര് പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ആ പദപ്രയോഗം തെറ്റാണ്. തനാഹ് എന്നാണ് പറയേണ്ടത്. അവര് കെട്ടിയുണ്ടാക്കിയ, ചുമത്തിയുണ്ടാക്കിയ, സ്വന്തം ഷെട്ടിച്ചുണ്ടാക്കിയതായ സാധനങ്ങളാണ്. അതും യഥാർത്ഥ തൗറാത്തുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ കോപ്പികൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് സഹാബാക്കൾ കാണാറുണ്ടായിരുന്നു എന്നും അതിൽ നിന്നിട്ട് സഹാബാക്കൾ തൗറാത്തിലുള്ളതായ ഭാഗങ്ങളെ താരതമ്യേന പഠനം നടത്താറുണ്ടായിരുന്നു എന്നും ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നിന്നിട്ട്. അപ്പോൾ അവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, മഹാനായ അംർ ഇബ്നുൽ ആസിനോട്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസിനോട് എന്താ, ഏത് രൂപത്തിലാണ് തൗറാത്തിൽ നിങ്ങൾ കണ്ടത്, അവരുടെ സിഫത്ത് എന്താണ് എന്ന് മഹാനായ അതാ ഇബ്നു യസാർ ചോദിച്ചപ്പോൾ മറുപടി നൽകുകയാണ്, ഖുർആനിലുള്ള ചില ഭാഗങ്ങൾ തൗറാത്തിലുമുണ്ട് അവരുടെ സിഫത്തുകൾ പറയുന്ന രൂപത്തിൽ. ഇതെല്ലാം ഞാൻ എന്ത് തലക്കെട്ടിന്റെ കീഴിലാണ് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പരിപൂർണമാക്കാത്ത ശേഷിക്കുന്ന കാര്യങ്ങളാണ്, ഭാഗങ്ങളാണ്. പുതുമുഖങ്ങളായ അള്ളാഹുവിൻ്റെ അതിഥികളായ ഉംറയ്ക്ക് വേണ്ടി വന്നവരായ സഹോദരന്മാർ, സഹോദരികളും ഉണ്ടായിരിക്കാം ഈ സദസ്സിലുണ്ട് എന്നറിയാൻ സാധിച്ചു. അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ ക്ലാസിന്റെ സമാപനത്തിൽ നമ്മുടെ വിഷയം ഷോർട്ടായി പറഞ്ഞ ശേഷം അവർക്ക് പ്രധാനമായി അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. ഞാൻ അല്പം ഇവിടെ മറ്റുള്ള നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാർ മുഷിഞ്ഞാൽ വിരോധമില്ല, അവർക്ക് നല്ല പരിഗണനയാണ്. മദീനയിലുള്ളതായ ഇവിടെയുള്ള ഉപരിപഠനം നടത്തുന്ന പണ്ഡിതന്മാരുടെ ഇടയിലും അപ്രകാരം ഈ സാധുവിൻ്റെ അടുക്കലും അപ്രകാരം നമ്മുടെ പ്രബോധകന്മാരുടെ ഇടയിലുമെല്ലാം എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിൽ പറഞ്ഞതായ ശൈലിയിൽ കാണാം, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വഹിർസൻ ലിൽ ഉമ്മiyyin അൻത അബ്ദി വറസൂലി سميتك المتوكل ليس بغل ولا غليظ ولا سخاب في الأسواق ولا يدفع بالسيئة السيئة. سبحان الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ രൂപത്തിലുള്ളതായ സിഫത്തുകൾ അന്ന് അവരുപയോഗിച്ചിരുന്ന, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ താമസിച്ചിരുന്ന ബനി ഖൈനുഖാ, ബനി ഖുറൈള, ബനി നദീർ പോലത്തതായ വലിയ ജൂത കുടുംബം ഇവിടെ താമസിച്ചിരുന്നു. നൂറുകണക്കിൽ ജൂത കുടുംബം മദീനയിൽ കോട്ട കെട്ടിയിട്ടും അല്ലാതെയും താമസിച്ചിരുന്നു. അവരെല്ലാം ഉപയോഗിച്ചു വന്നിരുന്ന അവരെ പണ്ഡിതന്മാരെല്ലാം അവരെ തൊട്ട് മറച്ചു വെക്കാറുണ്ടായിരുന്നതായ ആ തൗറാത്തിന്റെ രൂപത്തെക്കുറിച്ച് അള്ളാഹ് അരമന രഹസ്യം പുറത്തെടുക്കുകയാണ്.
പരസ്യപ്പെടുത്തുകയാണ്, നമ്മുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുകയാണ്. അവരും കേൾക്കുന്ന രൂപത്തിൽ, അവരും അറിയുന്ന രൂപത്തിൽ, യാ റസൂലേ, ഏ നബിയേ, ഇന്ന അർസൽനാക, നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്, ഷാഹിദൻ ഓ മുബശ്ശിറൻ ഓ നദീറ, മറ്റു ഉമ്മമുകൾക്ക് സാക്ഷിയായിട്ട്, സ്വർഗ സന്തോഷവാർത്ത നൽകുന്ന ആളായിട്ട്, നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് നരകത്തെ തൊട്ട് വാണിംഗ് നൽകുന്ന വ്യക്തിയായിട്ട്, അപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നതായ ഉമ്മമുകൾക്കെല്ലാം ഉമ്മീങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്ന അഥവാ ജൂതന്മാരല്ലാത്ത ഇവിടെയുള്ള ഉമ്മീങ്ങൾക്ക് ഹിർസായിട്ട്, സംരക്ഷകനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുന്നതായ വ്യക്തിത്വമാണ് മഹാനായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തുടർന്നു, അൻത അബ്ദി, ഇത് തൗറാത്തിലുള്ള പദമാണ്. അൻത അബ്ദി, നീ എൻ്റെ അടിമയാണ്, റസൂലി, നീ എൻ്റെ ദൂതരു കൂടിയാണ്. സമ്മൈതുക, നിങ്ങൾക്ക് ഞാൻ നാമകരണം ചെയ്തിട്ടുണ്ട്, അൽ മുതവക്കിൽ, മുതവക്കിൽ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശേഷണ നാമങ്ങളിൽ പെട്ടതാണ് അൽ മുതവക്കിൽ. ആ മുതവക്കിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അള്ളാഹുവിലേക്ക് എല്ലാം ബരമേൽപ്പിക്കുന്ന വ്യക്തി എന്ന അർത്ഥം കുറിക്കുന്നതാണ്. ലൈസ ബി ഫദ്ലിൻ വലാ ഗലീദിൻ, നിങ്ങൾ ജനങ്ങളോട് ക്രൂരതയോട് കൂടി പെരുമാറുന്ന വ്യക്തിയല്ല, വളരെ വിനയത്തോടു കൂടി പെരുമാറുന്ന വ്യക്തിയാണ്. വലാ സഖാബി ഫിൽ അസ്വാഖ്, പട്ടണത്തിൽ ശബ്ദകോലാലമുണ്ടാക്കുന്ന അഥവാ കുഴപ്പമുണ്ടാക്കുന്ന ശബ്ദകോലാലമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന പദമാണ് സഖാബി എന്ന്. അങ്ങനെയുള്ള സഖാബുമല്ല നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ദോഷത്തെ ദോഷം കൊണ്ട് നേരിടുന്നതല്ല, നന്മയെ നന്മ കൊണ്ട്, അതുപോലെ തന്നെ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന ആളാണ് നിങ്ങൾ, എന്നല്ലാതെ തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന ആളല്ല നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ഇമാം ബുഖാരിയാണ് ഈ ഭാഗം ഉദ്ധരിക്കുന്നത്. വലാകിൻ യഅഫു വയസ്ഫ, നിങ്ങൾ വയഗ്ഫിർ, ജനങ്ങൾക്ക് മാഫ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ വലം യഖ്ബിദല്ലാഹു, ആ മുഹമ്മദിനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കുന്നതല്ല, ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാ, വളഞ്ഞു തിരിഞ്ഞ മതങ്ങളെ അഥവാ വളഞ്ഞു തിരിഞ്ഞു പോയതായ റൂട്ടുകളെ, സിറാത്തുകളെ, അതിനെ ക്ലിയറായ സിറാത്തുൽ മുസ്തഖീമാക്കുന്നത് വരേക്കും, ക്ലിയറായ അതിലുള്ളതായ വളവ് തിരിവുകളെ ക്ലിയറാക്കാൻ വേണ്ടി, അത് ഖുർആന്റെ ശൈലി അങ്ങനെയാണല്ലോ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹി അഖ്വം, മെച്ചപ്പെട്ട മാർഗം, മെച്ചപ്പെട്ട റൂട്ട്, മെച്ചപ്പെട്ട വഴി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഖുർആനിനെ അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ചത്. അതുകൊണ്ട് ഏതുവരെ അദ്ദേഹം പറയലിലൂടെ ഈ വളഞ്ഞു തിരിഞ്ഞ റൂട്ടുകളെല്ലാം ശരിയാകും. ഏതാണ് വളഞ്ഞു തിരിഞ്ഞ റൂട്ടുകൾ? അത് എന്തിലേക്കാണ് സൂചന? ശിർക്കിലേക്കാണ്. എവിടുന്ന് മനസ്സിലാക്കാം? എങ്ങനെയാണ് അത് ക്ലിയർ ആക്കുന്നത്? ആ മുഹമ്മദ് പ്രഖ്യാപിക്കലിലൂടെ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിനല്ലാതെ ആരാധനകൾ സമർപ്പിക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ ചിഹ്നത്തിലൂടെ അവര് വളഞ്ഞു തിരിഞ്ഞ റൂട്ടുകളെയെല്ലാം ക്ലിയർ ആക്കുന്നതാണ്. വയുഫ്തഹു ബിഹാ അഅ്യുനുൻ ഉമ്യുൻ വആദാനുൻ സുമ്മുൻ വഖുലൂബുൻ ഗുൽഫുൻ. അപ്രകാരം തന്നെ കണ്ണ് പൊട്ടന്മാർ, കാത് പൊട്ടന്മാർ, അതുപോലെ തന്നെ ഹൃദയം മരവിച്ചു പോയ, സത്യം ഹൃദയത്തിൽ കയറാത്ത വിഭാഗത്തിലുള്ള പൂട്ടപ്പെട്ട ഹൃദയങ്ങൾ, അതെല്ലാം തുറക്കപ്പെടുകയും അതിനെല്ലാം പ്രകാശം നൽകപ്പെടുകയും അതെല്ലാം സത്യം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മേഖല, ചുറ്റുപാട് ഈ മഹാവ്യക്തിത്വത്തിലൂടെ ഉണ്ടാകുമെന്ന് മഹാനായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തൗറാത്തിൽ പറഞ്ഞ ശൈലി, അതിൻ്റെ പല ഭാഗങ്ങൾ, അതിലുള്ള പല അർത്ഥങ്ങൾ ഖുർആനിലൂടെ ഉള്ളതായ പല ആയത്തുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് പറയാൻ കാരണം ഖുർആനിലുള്ള ചില ഭാഗങ്ങൾ തൗറാത്തിലുമുണ്ട് എന്ന്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ഈ ഇർഹാസാത്തിൽപ്പെട്ട വേറെയും ചില കാര്യങ്ങളുണ്ട് റസൂലുള്ളാഹിന്റെ വരവേൽപ്പിലേക്ക് സൂചന നൽകുന്ന. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ
അത് മഹാനായ ഇമാം ബുഖാരിയുടെ ഫിഖ്ഹാണ്. അത് പലരും അത് പറയാറുമില്ല, പലരും ഇത് ഗവേഷണത്തിൽ എത്താറുമില്ല എന്ന് ഇത് നമ്മുടെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. എന്താണത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ എന്തേ കാരണം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇമാം ബുഖാരിയുടെ ബാബുണ്ടല്ലോ, തബ്വീബ് എന്ന് പറഞ്ഞാൽ ബാബിടുക, കിതാബിന് ഹെഡിങ് തലക്കെട്ടുണ്ടാക്കുക. ഈ തലക്കെട്ട് അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹാണെന്നാണ്, അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹാണെന്നാണ്. അത് മതവിദ്യാർത്ഥികൾക്ക് അറിയുന്ന ഇൽമുൽ ഹദീസ് പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് മഹാനായ ഇമാം ബുഖാരി ഒറ്റ ഒരു ഹദീസിനെ പലതവണ പല ബാബിൽ പറയും, മടക്കി പറയും. എന്താ കാരണം? ഈ ബാബിൽ പറയുന്നത് ഒരു ലക്ഷ്യമായിരിക്കും, വേറൊരു ബാബിൽ പിന്നൊരു ലക്ഷ്യമായിരിക്കും, മറ്റൊരു ബാബിൽ മറ്റൊരു ലക്ഷ്യമായിരിക്കും. അപ്പോൾ എല്ലാ ബാബിൽ പറയുമ്പോൾ മൂപ്പയുടെ ലക്ഷ്യം ആ ഹദീസിൽ എന്തെങ്കിലും ആ ബാബിനോട് ബന്ധമുള്ള ഭാഗമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പറയുക. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായ കഥ പറഞ്ഞപ്പോൾ അവിടെയും, മനാഖിബ് സഹാബ പറഞ്ഞപ്പോൾ അവിടെയും ഈ ഹദീസിനെ മടക്കി പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? അദ്ദേഹം പറയുന്നു, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവരുടെ ബിംബങ്ങളുടെ നാം ഇത് കേൾക്കുമ്പോൾ അറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമായ ശേഷം സംസാരിക്കുകയാണ്. അവരുടെ ബിംബങ്ങളുടെ പരിസരത്തിൽ ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ കിനാവിൽ കണ്ടതായ ഒരു കാഴ്ചയുണ്ട്. അതെന്താണ്? ഒരു മനുഷ്യനൊരു പശുവിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആടിനെ കൊണ്ടുവന്നു, എന്നിട്ട് അതിനെ അറുത്തതായ സന്ദർഭത്തിൽ അതിൽ നിന്നിട്ടൊരു ശബ്ദം പൊങ്ങി. ആ ശബ്ദത്തിൽ കൂടി ജനങ്ങൾ അതുപോലെയുള്ള ശബ്ദം ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്തായിരുന്നു ആ ശബ്ദം? ഒരു പശുവിനെ എന്നാണ്, പശുക്കുട്ടിയെ എന്നാണ്. എന്നിട്ട് ആ ശബ്ദം എന്തായിരുന്നു? യാ ജലീഹ് അംറുൻ നജീഹ്. വേറെ റിപ്പോർട്ടിൽ യാ ആല ദരീഹ് റജുലുൻ ഫസീഹ് യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ റിപ്പോർട്ടിൽ ലാ ഇലാഹ ഇല്ല അന്ത്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിൻകാലഘട്ടത്തിൽ മുസ്ലിമാവാൻ പ്രേരിപ്പിച്ച പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നായിട്ടാണ് മഹാനായ ഇമാം ബുഖാരി എണ്ണിയത്. അതുകൊണ്ട് ഈ സംഭവത്തെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമായി എന്ന കഥ പറയുമ്പോഴാണ് മഹാനായ ഇമാം ബുഖാരി ഈ സംഭവത്തെ എടുത്തു വെച്ചത്. ഇതിൽ നിന്നിട്ട് നാം പഠിച്ചത് എന്താണ്? ഇത് ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായ റഹാസത്തിൽപ്പെട്ടതാണ്. ശബ്ദം ആരുടേതാവട്ടെ, അശരീരിയാണ് ശബ്ദിക്കുന്നത്. ഈ ശബ്ദിക്കുന്ന അശരീരിയെക്കുറിച്ച് വേറെ പല ചരിത്രങ്ങളിലൂടെ, അത് കഹനത്തിലൂടെ അഥവാ കണക്കപ്പിള്ളമാരിലൂടെ, ജ്യോത്സ്യത്തിൻ്റെ ആൾക്കാരുടെ അവരൊക്കെ വളർത്തിയെടുക്കാറുണ്ടായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. ആ പിശാചുകളെ എന്തിനു വേണ്ടി? ആ പിശാചുകളെ പിശാചുകളുടെ സഹായത്തിലൂടെ അവർക്ക് 100 കളവ് പറയുമ്പോൾ ചിലപ്പോൾ ഇടയിൽ ഒരു സത്യം കലർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ സത്യത്തിനെ അവർ കൊഴുപ്പുണ്ടാക്കി അതിന് മസാലകളൊക്കെ കൂട്ടിയിട്ട് അവൻ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ആ കള്ളപ്രചരണങ്ങളെ അത് ഒരതിര് വരെ ഇസ്ലാമിന് മുമ്പ് അത് വിജയിക്കാറുണ്ടായിരുന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരതിര് വരെ അത് വിജയിക്കാറുണ്ടായിരുന്നു. അതിന് സൂറത്തുൽ ജിന്ന് എന്ന സൂറത്ത് പരിശോധിച്ചാൽ നമുക്ക് തെളിവ് കാണാം. അവർക്ക് സീറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. വാനലോകത്തിലേക്ക് പോകുന്ന വഴിയിൽ മലക്കുകൾ വഹിയുമായി ഇറങ്ങുമ്പോഴോ, മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങുമ്പോഴോ അത് കേൾക്കാനൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഖുർആൻ ഇറങ്ങുന്നതോടുകൂടി അത് ക്യാൻസലായി കഴിഞ്ഞു എന്നതിലേക്കൊക്കെ സൂചന നൽകുന്ന അല്ലെങ്കിൽ എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ആയത്തുകളൊക്കെ ധാരാളം ഖുർആനിലുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഈ റഹാസാത്തിൽ റസൂലുള്ളാഹിയുടെ വരവേൽപ്പിനെ കുറിച്ച് മുൻകൂട്ടി സന്തോഷവാർത്ത നൽകുന്നതായ അത്ഭുതങ്ങളിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായതായ സംഭവ വികാസങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നതാണ് നാം ഇതിലൂടെ പഠിച്ചത് എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ നാം ചർച്ച ചെയ്യുന്ന നമ്മുടെ നിഷേധി നേതാവായ, ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന വ്യക്തിയായ, ലോകം കണ്ട വ്യക്തിത്വത്തിൽ നേതൃത്വം ആയ, ലോകം കണ്ട മഹാനേതൃത്വം ഇവിടെ ഉംറയ്ക്ക് വേണ്ടി വരുന്ന, ഹജ്ജിന് വേണ്ടി വരുന്ന ഓരോ ഹാജിമാരോടും ഉംറക്കാരോടും ഞാൻ അവരോട് സമീപിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 2 മഹാനേതൃത്വത്തെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്.
രണ്ട് മഹാനേതൃത്വത്തെ ഈ നാട്ടിലൂടെ. ഏതാണ് നാട്? രണ്ട് മഹാനാട്. എന്താ നേതൃത്വത്തിൻ്റെ പ്രത്യേകത? അവരെപ്പോലത്തെ നേതൃത്വങ്ങളെ ലോകം കണ്ടിട്ടില്ല. എന്താ ഭൂമിയുടെ പ്രത്യേകത? നിങ്ങൾ കാണുന്ന ഈ രണ്ട് ഭൂമി പോലത്തെ ഭൂമിയും ലോകത്തിൽ വേറെയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഭൂമികളിലൂടെ രണ്ട് മഹാനേതൃത്വങ്ങളെ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒരു നേതൃത്വത്തെക്കുറിച്ചാണ് ഭാഗ്യകരമെന്ന് പറയട്ടെ. അവരെന്ത് വിഷമം കൊള്ളുന്ന, അവർ ദഅവത്ത് നടത്തിയ, അവർ യുദ്ധം ചെയ്ത, അവർക്കിറങ്ങിയതായ നീണ്ട ഖുർആനാകുന്ന ഈ സൂറത്തുൽ ബഖറ, ആല ഇംറാൻ പോലത്തെ പട്ടികകൾ ഇവിടെ നിരത്തി വെച്ചുകൊണ്ട് യാതനകളും വേദനകളും മർദ്ദനങ്ങളും അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ സമർപ്പിച്ചതായ ആ മഹാ മദ്രസ, ആ മഹാ മഅറക, ആ മഹാ പോർക്കളം എല്ലാം ഉൾക്കൊള്ളുന്ന മദീനയിലേക്കാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്യരുടെ കൂടെ ഇരിക്കുന്നതായ അള്ളാഹുവിൻ്റെ അതിഥികളായ ഉംറയ്ക്ക് വേണ്ടി വന്ന അള്ളാഹുവിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്. സഹോദര സഹോദരിമാരെ, അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളായ, അള്ളാഹുവിൻ്റെ അതിഥികളായ നിങ്ങൾക്ക് ഹദീസിൻ്റെ ഭാഷയിൽ തന്നെ പറയല് എന്താണ്? ഉഫൂദുർ റഹ്മാൻ എന്നാണ്. എന്താ ഉഫൂദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ? നിവേദക സംഘങ്ങൾ, അള്ളാഹുലേക്ക് വന്ന നിവേദക സംഘങ്ങളാണ് ഉംറക്കാർ. ഏതായാലും ഇരിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ വളർന്നത്, അവരുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജന്മം കഴിഞ്ഞ ശേഷം അവർ വളരുന്നത്, ചെറുപ്പത്തിലെ വാപ്പ മരിച്ചതുകൊണ്ട്, ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ചർച്ചകളുണ്ടെങ്കിലും ഏറ്റവും സഹിയായ റിപ്പോർട്ടുകൾ ഇവിടെ നാം പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജന്മത്തിന് മുമ്പാണ് എന്ത് സംഭവിച്ചത്? വാപ്പയുടെ മരണമുണ്ടായത് എന്നത്. വാപ്പ എന്തായിരുന്നു? റസൂലുള്ളാഹി ഹംലാണ്. ഹംല് എന്ന് പറഞ്ഞാൽ ഗർഭിണിയാണ്. റസൂലുള്ള ഉമ്മാന്റെ പള്ളയിൽ ഹംലാണ്, ഗർഭിണിയാണ്. ഉമ്മ ഗർഭിണിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട്. ആ സന്ദർഭത്തിലാണ് വാപ്പ മരിക്കുന്നത് എന്നതാണ് നാം ഇവിടെ പഠിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയെ കുറിച്ച് അല്ലാഹു എന്ത് പറഞ്ഞു? അലം യജിദ്ക യതീമൻ ഫആവാ. നിങ്ങൾ യതീമായിരുന്നു, നിങ്ങൾ അനാഥയായിരുന്നു. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണം നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങളിലേക്ക് അടുപ്പിച്ചു. അള്ളാഹു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദാസനാക്കി, അള്ളാഹു നിങ്ങളുടെ ആ ഇഷ്ടപ്പെട്ട മുർസലാക്കി മാറ്റുകയും ചെയ്തു എന്ന അർത്ഥത്തിലേക്ക്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന തത്വമാണ് നബി വളർന്നത് യതീമായിട്ടാണ് എന്നതിലേക്ക്. അപ്പോൾ മറ്റു കഥകൾ ചിലപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്തതുണ്ടായിരിക്കാം. കഥകളുടെ കൂട്ടത്തിൽ ഈ ചരിത്രം പറയുമ്പോൾ ഞാൻ പണ്ട് തന്നെ പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ചരിത്രം പറയുമ്പോൾ പരിപൂർണമായി ചരിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ എല്ലാ ഭാഗങ്ങളും സഹീഹായ ഹദീസിൽ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടോളണമെന്നില്ല. പിന്നെയോ താരീഖിൽ കൂടി പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, താരീഖിൽ കൂടി സ്ഥിരീകരിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് താരീഖിൽ കൂടി പറയുമ്പോൾ അതിൽ ഏറ്റവും സ്വീകാര്യയോഗ്യവാന്മാരായ മഹാനായ ഇബ്നു ഇസ്ഹാഖിനെ പോലോത്ത, മഹാനായ ഇബ്നു ഹിഷാമിനെ പോലോത്ത അവരൊക്കെ, ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇമാം അബു ഹനീഫയുടെ ഒക്കെ സമകാലനാണ്. മഹാനായ ഇബ്നു ഹിഷാം എന്ന് പറഞ്ഞാൽ ഏകദേശം അദ്ദേഹം ഷാഫി ഇമാമിന്റെ സമകാലനാണ്. അങ്ങനെയുള്ളവരൊക്കെ രചിച്ചതായ ഗ്രന്ഥങ്ങളിൽ കൂടിയായിരിക്കും നാം ഇവിടെ താരീഖ് പറയുക. ധാരാളം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടെ 1000ഓളം ഗ്രന്ഥങ്ങൾ നബിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ മഖ്തൂത്താത്തുകളുണ്ട്, എഴുത്തുകൃതികളുണ്ട്, അതിൽ നഷ്ടപ്പെട്ടു പോയതുണ്ട്, അതിൽ ഇതുവരെ അച്ചടിക്കപ്പെടാത്തതുണ്ട്, അതിൽ അച്ചടിക്കപ്പെട്ടതും ദശക്കണക്കിലല്ല നൂറുകണക്കിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് താനും. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിലേക്ക് ഒരു മുൻ സൂചന നൽകിയും കൊണ്ടാണ് ഉമറുൽ ഖത്താബ് അവിടെ ആ കിനാവ് കണ്ടത്. ആ കിനാവ് കണ്ട് അദ്ദേഹം കിനാവിൽ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാണ്, പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. അല്പകാലം കഴിഞ്ഞപ്പോൾ കേൾക്കുന്നു, ഇതാ നബി. അദ്ദേഹം പറയുന്നതായിട്ട് കേൾക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ പണ്ട് കിനാവിൽ കേട്ടതായ അതേ ശബ്ദം പറയുന്ന വ്യക്തിയെ ഞാനിതാ പിന്നെ നേർക്ക് നേരെ ഇവിടെ തുറിച്ച് കാണുന്ന ആ തെളിവായി എൻ്റെ മുമ്പിൽ ആ കിനാവ് എന്നെ സഹായിച്ചു എന്ന് അദ്ദേഹം പറയും പോലെ. ഏതായാലും ഇരിക്കട്ടെ, ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ഭാഗമാണ്. കിതാബുൽ മനാഖിബിലുമുണ്ട്. ബുഖാരിയിൽ 3866 നമ്പർ ഹദീസാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ ആ യതീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉമ്മ ഇവിടെ മദീനയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ
ഉമ്മ മക്കയിൽ ഉള്ള സമയത്താണ് ജനനം നടന്നത്. ജനനത്തെക്കുറിച്ച് ഇബ്നു ഖയ്യിം കഅബത്തിന്റെ അകത്തായിരുന്നു ജനനമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരല്ലാത്ത പല ചരിത്രകാരന്മാരും ജനിച്ച സ്ഥലം അവിടെ അറിയപ്പെടുന്നതായി ഇപ്പോൾ അടയാളപ്പെടുത്തിയതായ ഭാഗത്തെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അത് ഏതായാലും ഇരിക്കട്ടെ, മക്കയിൽ ആണ് എന്നതിലേക്ക് നമുക്ക് ഖുർആനിൽ തന്നെ സൂചനയുണ്ട്. റസൂലുള്ള മക്കയിലാണ് ജനിച്ചത്, മക്കയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് എന്നതിലേക്കുള്ളതായ സൂചന ഖുർആനിൽ തന്നെയുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ കസ്റ്റഡിയിലാണ് വാപ്പ ചെറുപ്പത്തിലെ മരിച്ചതുകൊണ്ട് കുട്ടി വളരുന്നത് വലിയാപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിലേക്കാണ് ജനങ്ങൾ മുഹമ്മദിനെ ചേർത്ത് പറയാറുള്ളത്, മനസ്സിലായില്ലേ? എന്നല്ലാതെ അബ്ദുള്ളയിലേക്കല്ല, അറിയപ്പെടാറില്ല എന്നർത്ഥം, മനസ്സിലായില്ലേ? പ്രശസ്തനായത് അങ്ങനെയാണ്. മദീനയിലേക്ക് ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി വന്നതായ ഒരു സഹാബി ഇവിടെ ഇത് വന്നപ്പോൾ അദ്ദേഹം വന്നത് ഹിജ്റയുടെ 6-7 നൂറ്റാണ്ടുകളിലാണ് ഏകദേശം. ആ ഇമാം അഹമ്മദുൽ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഞാൻ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ്, ഞാൻ മക്കയിൽ എനിക്കൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കടയോ ഉണ്ടായിരുന്നു. ആ കട ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവിടെ ഒരു യുവാവ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, അല്ലാഹു ഏകനാണെന്ന് പറയുക, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ എന്ന് പറഞ്ഞു നടക്കുന്ന കണ്ടു. സുന്ദരനായ ഒരു അങ്ങനെ യുവാവ് അത് പറഞ്ഞു നടക്കുമ്പോൾ അവരുടെ ബേക്കൽ അറബികൾ കൂടി അവരദ്ദേഹത്തിനെ കല്ലെറിയുന്നതായിട്ട് കാണുകയും ചെയ്തു എന്നൊക്കെ ആ സഹാബി ഇവിടെ മദീനയിലേക്ക് ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി വന്നതായ സന്ദർഭത്തിൽ പറഞ്ഞതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രബോധനം ചെയ്തതായ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ അണിനിർന്നതായ ആൾക്കാരെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി പറഞ്ഞത്, ആ കാണുന്ന മനുഷ്യനാരാണ്? അത് മുഹമ്മദാണ്. മുഹമ്മദ് ആരാണ്? അത് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. ആരുടെ? അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുള്ളയാണെങ്കിലും അറബികൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇയാൾ മക്കക്കാരനല്ല, യമൻ ഭാഗത്തുള്ള ആളാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകാരൻ ചോദിക്കുകയാണ്, ആരാണ് ആ മനുഷ്യൻ? അപ്പോൾ പറഞ്ഞത് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. പിന്നെ ബേക്കിൽ അദ്ദേഹത്തെ പോലെ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ നടക്കുന്നുണ്ടല്ലോ, അദ്ദേഹമാണെങ്കിൽ കല്ലെറിയുന്ന കൂട്ടത്തിലുണ്ട് താനും, അല്ലെങ്കിൽ ശകാരിക്കുന്ന കൂട്ടത്തിലുണ്ട് താനും, അല്ലെങ്കിൽ വിരോധിക്കുന്ന കൂട്ടത്തിലുണ്ട് താനും. അതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് അബൂലഹബാണെന്ന് പറയപ്പെട്ടു. അതാരാണ്? അബൂലഹബ്, മൂപ്പരുടെ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ ആയ അബൂലഹബിനെ കുറിച്ചാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിൻ്റെ കസ്റ്റഡിയിൽ മക്കത്ത് ജീവിച്ചു. ആ കാലഘട്ടം വളരെ ഉന്നത നേതൃത്വത്തിൻ്റെ കീഴിലാകുമ്പോൾ പറയേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മക്കയുടെ നേതൃത്വം, മക്കയിൽ കൊള്ളുന്ന വ്യക്തി, മക്കയുടെ കഅബത്തിൻ്റെ നേതൃത്വം, ഇതെല്ലാം ബനു ഹാഷിം കുടുംബത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കീഴിലാണ് എന്ന് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ സുന്ദരമായ ജീവിതം ചെറുപ്പത്തിലേ കെട്ടിപ്പടുത്താൻ സാധിച്ചു എന്നതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. വരാൻ പോകുന്നത് പോലെ അവിടെ ഈ സംഭവങ്ങളൊക്കെ മഹാനായ ഇമാം ഹാക്കിം മുസ്ലിമിൻ്റെ ഷർത്തൊത്തതായ രൂപത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. ദഹബി അത് ശരിയാണെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്, സഹിഹാണെന്ന്. ഇതാണ് മഷ്ഹൂറായ ഭാഗം. അവരുടെ വാപ്പ ഉമ്മ ഗർഭിണിയായ സമയത്ത് തന്നെ വാപ്പ മരിച്ചു എന്ന വാർത്തയും, അന്ന് ഉമ്മ പിൻകാലഘട്ടത്തിൽ 6 വർഷം കഴിഞ്ഞ ശേഷമാണ് മരിച്ചത് എന്ന വാർത്തയും, ഇതെല്ലാം മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സീറയിലുമുണ്ട്. എന്നാൽ സഹീഹ് ബുഖാരിയിൽ തന്നെ കാണാവുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുലയൂട്ടിയതായ ആൾക്കാരെക്കുറിച്ച്, മുലയൂട്ടിയതായ സ്ത്രീകളെക്കുറിച്ച് സഹീഹ് ബുഖാരിയിൽ സഹീഹ ഹദീസിൽ കാണുന്നതായ പേരാണ് അബൂലഹബിൻ്റെ മൗലയായ സുവൈബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുല കൊടുത്തിട്ടുണ്ട്. അപ്രകാരം തന്നെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനും മുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ഇളയപ്പയാണ്, അതോടൊപ്പം റസൂലുള്ളാഹിന്റെ സഹോദരനും കൂടിയാണ്. എന്തിൽ? മുലകുടി ബന്ധത്തിൽ. ഇതൊക്കെ ബുഖാരിയിലുള്ള ഭാഗമാണ്. എന്നാൽ
ഈ സുവൈബ മുലകൂട്ടി എന്നത് ബുഖാരിയിലാണ്. എന്നാൽ ഹലീമത്ത് സഅദിയ എന്ന സഹോദരി ഇത് മുലയൂട്ടി എന്ന വാർത്ത അത് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ഇമാം അഹ്മദ് ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാഫഖഹു ദഹബി, അതോടൊപ്പം നമ്മുടെ ആധുനിക യുഗത്തിൽ പണ്ഡിതനായി അറിയപ്പെട്ടിരുന്ന മുഹദ്ദിസായി അറിയപ്പെട്ടിരുന്ന അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ അവരും അത് സഹിയാക്കിയിട്ടുമുണ്ട്. ആ ഭാഗം അതേതാണ്? ഹലീമത്തു സഅദിയ എന്ന സഹോദരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുലയൂട്ടി എന്ന വാർത്ത. അതിന് വലിയ നീണ്ട കഥ ഇബ്നു ഇസ്ഹാഖ് അവരുടെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇബ്നു ഇസ്ഹാഖിന്റെ ഗ്രന്ഥം പട്ടണത്തിലില്ല കേട്ട, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് കയ്യെഴുത്ത് കൃതിയായിരുന്നു. ആ കയ്യെഴുത്ത് കൃതിയായിട്ട് മുസ്ലിം ലോകം കാണുന്ന കാലഘട്ടത്തിൽ തന്നെ അതിൽ നിന്നിട്ട് നേർക്ക് നേരെ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥകർത്താക്കൾ കോപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള തത്വങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അധികവും അതെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഗ്രന്ഥത്തിൽ നിന്നിട്ട് അല്ല നാം ഇപ്പോൾ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്നിട്ട് പറഞ്ഞവരുടെ ഗ്രന്ഥത്തിൽ നിന്നിട്ട് പറയുകയാണ് എന്നർത്ഥം. എന്നാൽ ചരിത്രം ബനു ബക്കർ ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബക്കർ ഹലീമത്ത് സഅദിയയുടെ കുടുംബക്കാർ ഈ അറബികളുടെ സ്വഭാവമാണ് പണ്ട് മുലയൂട്ടുന്നതായ സ്ത്രീകൾ പ്രത്യേകമായിട്ട് പട്ടണവാസികൾ അവിടെ കുട്ടികൾ ജനിച്ചാൽ പട്ടണവാസികളുടെ ഇടയിൽ ഉള്ളതായ സ്വഭാവവും ജീവിത രീതിയും പെരുമാറ്റവും എല്ലാം മറ്റുള്ള ഗ്രാമീണരെ പോലെയല്ല എന്നതുകൊണ്ടും ഗ്രാമീണന്മാർ പലപ്പോഴും അവിടെ നല്ല ശുദ്ധ അന്തരീക്ഷമായിരിക്കും, പലപ്പോഴും അവിടെ നല്ല ശുദ്ധ ഭാഷയുമായിരിക്കും എന്നതുകൊണ്ടൊക്കെ അറബികൾ അങ്ങനെയാണ് കാട്ടാറുള്ളത്. അതുകൊണ്ട് നാം ഷാഫി ഇമാമിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമ് ജീവിച്ചത് അറിയാഫിലാണ്, മക്ക ഗ്രാമദേശത്താണ്. അതുകൊണ്ട് തന്നെ മറ്റു മദ്ഹബിൻ്റെ ഇമാമുകളായിട്ട് അറിയപ്പെടുന്നതായ 3 ഇമാമുകളെക്കാളും കൂടുതൽ അറബി ഭാഷയിൽ പാണ്ഡിത്യവും ഷായിറും കവിയും കൂടിയായിരുന്നു ആര്? മഹാനായ അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. അതിന് കാരണം അദ്ദേഹം ഗ്രാമീണന്മാരെ കൂടെ താമസിച്ചു എന്നതാണ്. അവിടെയാണ് ഒറിജിനൽ അറബി ഭാഷ. ഇന്നും അങ്ങനെ തന്നെയാണ്. അവരിൽ നിന്നിട്ട് നമുക്ക് പല പദങ്ങൾ ലഭിക്കും. പദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത പദങ്ങളായിരിക്കും. പക്ഷേ നിഘണ്ടു നോക്കിയാൽ, നാം മുഞ്ചിത് നോക്കിയാൽ അവർ പറയുന്ന പദം മുഞ്ചിതിൽ കാണാം. മനസ്സിലായില്ലേ? അവരത് മുഞ്ചിത് വായിച്ചിട്ട് ഓതിയിട്ടൊന്നും പറയല്ല. അവരുടെ പ്രകൃതിയ അവരുടെ ഭാഷ അങ്ങനെയാണ്. ഒറിജിനൽ അറബിയാണ് ഗ്രാമീണന്മാർ എവിടെയും പറയാറുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ ഗ്രാമവാസികളായ പെണ്ണുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവരുടെ കുടുംബക്കാർ വന്നിട്ട് വല്ല മുല കുടിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ, അഥവാ ഇത് പകരം വാങ്ങിയിട്ടാണ്. അതിനെന്തുണ്ട്? അവർക്ക് ശമ്പളമുണ്ട്. ഇത്ര കൊല്ലം 2 കൊല്ലം മുല കൊടുക്കണമെങ്കിൽ ഇത്രയാണ് സംഖ്യ എന്ന് അവർ പേശിയിട്ട് അവസാനം ഒരു തുകയിലേക്ക് എത്തുമ്പോൾ അവർക്കാണ് കുട്ടിയെ വിട്ടുകൊടുക്കുക. വിശ്വാസയോഗ്യവാന്മാരായ എഗ്രിമെൻ്റൊക്കെ എഴുതലുണ്ടായിരിക്കും, നടക്കലുണ്ടായിരിക്കും അവരുടെ അന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സമ്പ്രദായം അനുസരിച്ച്. ഏതായാലും ഇരിക്കട്ടെ, ഓരോരുത്തരും അവർ വന്നതായ സന്ദർഭത്തിൽ, അഥവാ ഹലീമ വന്നതായ സന്ദർഭത്തിൽ അവിടെയുള്ളതായ പട്ടണത്തിൽ, മക്കയിലുള്ളതായ പട്ടണത്തിൽ ഉണ്ടായിരുന്നതായ ആ കുട്ടികളെയെല്ലാം ഈ നാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ ആരെല്ലാം മുല കൊടുക്കാൻ തയ്യാറായവരുണ്ട് അവരെല്ലാം കൊണ്ടുപോയി. അവസാനം അവിടെ പുഷ്ടിയുള്ള, കഴിവുള്ള, കൽപ്പുള്ള, സാമ്പത്തിക ശേഷിയുള്ളവരുടെ എല്ലാ മക്കളെ കൊണ്ടുപോകാൻ ആളെ പെട്ടെന്ന് കിട്ടി. നല്ല കാശ് കിട്ടുമല്ലോ, നല്ല ശമ്പളം കിട്ടുമല്ലോ. പക്ഷേ എന്ത് സംഭവിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ നമ്പർ വരുമ്പോൾ അത് വാങ്ങാൻ ആളില്ല. കാരണം റസൂലുള്ളാഹിനെ കുറിച്ച് ഈ മുല കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ത്രീ കുടുംബം, ആ മുല കൊടുക്കുന്ന കുടുംബം ചോദിക്കൽ, ആരാണ് വാപ്പ, ആരാണ് ഉമ്മ, ആരാണ് വലിയാപ്പമാർ, എന്താണ് അവരുടെ കഴിവ്, സാമ്പത്തിക ശേഷി, എത്ര ശമ്പളം തരും, ഇതൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമാണ്. എന്ത് കൊള്ളുന്ന കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല. യതീമായ വാപ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു, റസൂലുള്ളാഹിന്റെ ജനനത്തിന് മുമ്പ് തന്നെ. അപ്രകാരം
ഇത് പേരെടുത്ത കൊള്ളുന്ന അബ്ദുൽ മുത്തലിബ് അവിടെ ഉണ്ടെങ്കിലും പക്ഷേ ആള് യതീം എന്ന പേര്. യതീമിനെ കൊണ്ടുപോയാൽ ചിലപ്പോൾ വേണ്ടതുപോലെ ശമ്പളം കിട്ടിക്കോളമെന്നില്ല എന്നത് പേടിച്ചിട്ടാണ് മറ്റു സ്ത്രീകളൊന്നും ഏറ്റെടുക്കാത്തത്. പക്ഷേ ഹലീമ പറയുന്നു, ഞാൻ തീരുമാനിച്ചു, എങ്ങനെയും ആവട്ടെ, അള്ളാഹ് തീരുമാനിച്ചതുപോലെ വരട്ടെ. അവർക്കൊക്കെ അള്ളാഹുൽ വിശ്വാസമുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ബഹുദൈവ വിശ്വാസികളായിരിക്കും, എന്നാലും അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹിനോട് കൂടി എന്ത് ചെയ്യുന്നു? മറ്റു പ്രതിമകളെ, ബിംബങ്ങളുടെ ഉടമകളായ മഹാത്മാക്കളെ, സാലിഹ്യങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചയാക്കുന്നു, അവർക്ക് അറക്കുന്നു എന്ന ശിർക്കാണ് മക്കക്കാരും അതിൻ്റെ പരിസരത്തുള്ളവരും പണ്ട് ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും ഇരിക്കട്ടെ, ഇത് കാരണത്താൽ ആ കുട്ടിയെ ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്താ നിങ്ങളുടെ അഭിപ്രായം, നമുക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന്. അങ്ങനെ ഭർത്താവ് അനുവദിച്ചു. അനുവാദത്തോടു കൂടി ഞങ്ങൾ കൊണ്ടുപോയി. കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് പറയത്തക്ക പ്രതീക്ഷയൊന്നുമില്ല സമ്പാദിക്കാൻ പറ്റുമെന്ന് ഈ കുട്ടിയിലൂടെ. പക്ഷേ കുട്ടി ഏറ്റെടുത്തതോടുകൂടി ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ശമ്പളം കിട്ടാൻ ആരംഭിച്ചു എന്നാണ്. ബർക്കത്തിനെ കുറിച്ച് ഗ്രന്ഥങ്ങളൊക്കെ വളരെ വിശാലമായി ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. അവർക്ക് ബർക്കത്തുണ്ടായ, പുഷ്ടിയില്ലാത്ത ആടുകൾക്ക് പുഷ്ടിയുണ്ടായി, മുലയിൽ പാലില്ലാത്ത ആടുകൾക്ക് പാലുകൾ വർദ്ധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പല നിലക്കും അവർക്ക് ജീവിതത്തിൽ തന്നെ സമ്പന്നരായി മാറി ഈ കുട്ടിയെ കിട്ടിയതോടുകൂടി. അത് കാരണത്താൽ തന്നെ അവർ വളരെ സംരക്ഷിച്ചുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകം സ്വന്തം മക്കളെക്കാളും പ്രാധാന്യം നൽകിയും കൊണ്ട് ആ കുട്ടിയെ വളർത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടുന്നതായ ആല് ബനി സഅദ് എന്ന ആ കുടുംബക്കാരുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലമാകുന്ന മുല കുടിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു കൂട്ടുന്നതായ സന്ദർഭത്തിലാണ് ഏകദേശം 2 വർഷം പൂർത്തിയായ ശേഷം ചർച്ചയുണ്ട് ഏത് സമയത്താണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടൊപ്പം കളിക്കുന്നതായ സന്ദർഭത്തിൽ അവരുടെ അടുക്കിലേക്ക് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക്കാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസ് അനസ് ഇബ്നു മാലിക്കിനെ തൊട്ട് അവരുടെ ഇസ്നാദോട് കൂടി, അഥവാ മുസ്ലിമിൻ്റെ ഇസ്നാദ്. എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കുട്ടികളോട് കൂടി കളിക്കുന്ന സന്ദർഭത്തിൽ ചരിത്രഗ്രന്ഥങ്ങളിൽ 2 വ്യക്തികൾ സുന്ദരമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട്, വെളുത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്ന് കുട്ടിയെ നിലത്ത് കിടത്തി എന്നിട്ട് നെഞ്ചു കീറി എന്നതാണ്. എന്നാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പദമാണുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, സംഗതി ഒന്ന് തന്നെയാണ്, മലക്കുകളായിരിക്കും വന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ റസൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, അനസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ബുദ്ധിപൂജകന്മാർ അംഗീകരിക്കൂല. അത് നമുക്ക് അവരുടെ അംഗീകാരം ആവശ്യമില്ല. കാരണം അവർ ബുദ്ധി ഉണ്ടാക്കട്ടെ, ബുദ്ധി വീണ്ടെടുക്കട്ടെ, എന്നിട്ട് പഠിക്കട്ടെ, ചിന്തിക്കട്ടെ എന്നാണ് അവരോട് പറയാനുള്ളത്. ഏത് ഹദീസ് നിഷേധികളോ അല്ലെങ്കിൽ ഹദീസിൽ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിക്കാമെന്ന നയം പറഞ്ഞ് ജീവിക്കുന്നവരുടെ ആ തത്വമോ നമുക്ക് ഒരു വിലയും നിലയും നൽകാൻ പറ്റുന്ന തത്വമല്ല. കാരണം ബുദ്ധിയുള്ള വിഭാഗമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ റസൂലുള്ളാഹിനോടുകൂടി അയച്ചതായ വഹയിൻ്റെ ഭാഗമാണ് നാം ഇവിടെ പഠിച്ചു. ഇതേ സ്ഥലത്ത് വരിച്ച് പഠിച്ചു. ഖുർആൻ പോലെ തന്നെയാണ് എന്ത്? സുന്നത്ത്. ഖുർആൻ പോലെ തന്നെയാണ് എന്ത്? സുന്നത്ത്. വഹി എന്ന കാര്യത്തിൽ ചേഞ്ച് എന്താണ്? ഖുർആനിന് അമാനുഷികത്വമുണ്ട്, സുന്നത്തിന് അമാനുഷികത്വമില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വഹിയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരെ ചെറുപ്പത്തിൽ കുട്ടിയായ സന്ദർഭത്തിൽ തന്നെ കുട്ടിയോട് ചോദിച്ചു എന്നാണ്. അങ്ങനെ കുട്ടി പറഞ്ഞു, എന്താണ് കാട്ടിയ ചരിത്രഗ്രന്ഥത്തിലുള്ളത്? കുട്ടിയോട് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന്. അപ്പോൾ കുട്ടി അറിയുന്ന ഭാഷയിൽ ഒരാൾ വന്നു നെഞ്ചി കീറി അദ്ദേഹം എന്നിട്ട് കുട്ടി കരയാണ്. കരയുമ്പോൾ കൂടെയുള്ള കുട്ടികൾ പോയിട്ട് മുഹമ്മദ് കൊല്ലപ്പെട്ടു, മുഹമ്മദ് കൊല്ലപ്പെട്ടു, മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാണ്. ആ സന്ദർഭത്തിലാണ് അവർ ഓടി വന്നിട്ട് എന്ത് പറ്റി കുട്ടി എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് കുട്ടി പറയുന്നത് സംഭവിച്ചത് ഇങ്ങനെയാണ്. എന്താണത്? ഒരു വ്യക്തി വന്നു നെഞ്ചു കീറി, എന്നിട്ട് റസൂൽ പറയുന്ന ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തിലുള്ള പിശാചിൻ്റെ അവകാശമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശത്തെ മാറ്റിവെച്ചു എന്നാണ്.
പിശാചിന്റെ അവകാശത്തെ ശുദ്ധീകരിച്ച് എന്തിലൂടെയാണ്? ബുദ്ധിപൂജകന്മാരെന്ന പേരിൽ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഭാഗം ഇപ്പോൾ വെറുക്കുന്ന സംസം വെള്ളത്തിലൂടെയാണ്. മനസ്സിലായില്ലേ? സംസം വെള്ളത്തിന് പല പ്രത്യേകത, പല സ്ഥലങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാം. മനസ്സിലായില്ലേ? അതിലൊന്നാണിത്. ഏത്? മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സംസമിലൂടെയാണ് റസൂലുള്ളാഹിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് എന്ന വാർത്ത. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി വരേക്കും ഉപയോഗിച്ചത് ഭൂമിയിലുള്ള വെള്ളമാകുന്ന സംസമാണ്. അത് കഴുകാൻ വേണ്ടി ഉപയോഗിച്ചതായ പാത്രം സ്വർഗീയ പാത്രമാകുന്ന സ്വർണ്ണ പാത്രമായിരുന്നു എന്നതാണ് അതേ ഹദീസിലുള്ളത്. അപ്പോൾ സ്വർഗീയ പാത്രത്തിൽ ഒഴിക്കാൻ പറ്റുന്ന വെള്ളമായിട്ട് ഭൂമിയിൽ ഉള്ളത് സാധാരണ കളറുള്ള വെള്ളമല്ല, മറിച്ച് അത് സംസം വെള്ളമാണ് എന്നതുകൊണ്ടായിരിക്കാം സംസമിനെ സെലക്ട് ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം ജിബ്രീൽ അലൈഹിസ്സലാം സംസമിലൂടെ കഴുകിയത് എന്നതും കൂടി അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. സഹോദരന്മാരെ, സഹോദരികളെ, റിപ്പോർട്ടകൻ ഞാൻ പറഞ്ഞതുപോലെ അനസാണ്. സഹോദരൻ, ഇപ്പോൾ നാം എന്ത് പഠിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ശുദ്ധീകരണം ആ രൂപത്തിൽ നടന്നതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നോക്കണം, രണ്ട് തവണയാണ് സംഭവിക്കുന്നത്. ഇത് സഹിഹ ഹദീസിൽ തന്നെ ഉള്ളതാണ്. 2 തവണ റസൂലുള്ളാഹിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന്, അല്ലെ ഖൽബ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നത്. ഇത് രണ്ടും ഇത് ഓപ്പറേഷനിൽ കൂടിയാണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മഹ്സൂസായ ഓപ്പറേഷനാണെന്ന് തന്നെ മനസ്സിലാക്കാം. മഹ്സൂസ് എന്ന് പറഞ്ഞാൽ അനസ് പറയുന്നു റസൂലുള്ളാഹിന്റെ ഹൃദയം പലപ്പോഴും അവര് അകത്തുള്ള ഡ്രസ്സ്, ബനിയന് പോലത്തെ ഡ്രസ്സ് മാറ്റുമ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കും, കാണാറുണ്ട് നബിയുടെ നെഞ്ചത്ത് കീറിയ ഭാഗം. ആര് പറയുന്നു? അനസ് റളിയല്ലാഹു തആല പറയുന്നു. എവിടെ? സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇതൊന്നും വിശ്വസിക്കാൻ നമ്മൾക്കൊരു ഒരു സംശയമില്ല, നമുക്കൊരു എക്കുശക്കുമില്ല. എന്തേ പറയുന്നത്? സാദിഖുൻ മസ്തൂഖുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവരെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് മായംതിഖു അനിൽ ഹവാ, മതത്തിന്റെ കാര്യം ഇഷ്ടാനുസരണം മൂപ്പര് പറയില്ല, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹി മാത്രമേ പറയുള്ളൂ എന്ന്. അപ്പോൾ ആ രൂപത്തിലുള്ളതായ ഓപ്പറേഷൻ 2ാം തവണ ഉണ്ടായത് ലൈലത്തുൽ ഇസ്രായിലാണ്. ഇസ്രാ നടത്തിയ രാത്രിയിൽ മക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതേ രൂപത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ആദ്യത്തെ ഓപ്പറേഷന് ശേഷം നാം നബിയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ, അഥവാ നബി കുട്ടിപ്രായം, ബാല്യപ്രായം, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ളതായ പ്രായം, ആ പ്രായത്തിലൊക്കെ മറ്റുള്ളവരെ പോലെ ബിംബത്തിന് ആരാധിക്കലുണ്ടായിരുന്നുവോ? ഇല്ല. എന്തേ? ഹൃദയം ശുദ്ധിയുള്ള ശുദ്ധാത്മാവാണ്. അവിടെ പൈശാചിക ഒരു വിശ്വാസം അവിടെ കടന്നുകൂടാൻ സാധ്യതയില്ല. എത്രത്തോളം ചില ചരിത്രങ്ങളിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററി പറഞ്ഞ കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങളിൽ കാണുന്നു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ നടത്തുന്ന ഒരു ഗാനമേളയിലേക്ക് കൊണ്ടുപോയി എന്നാണ്, അവിടെ ബോധിശയായിട്ട് വീണുന്നാണ്. കഥയാണ്, ചരിത്ര ഗ്രന്ഥത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് വിശ്വസിക്കുന്ന വിശ്വാസം എതിർപ്പൊന്നുമില്ല സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ. പക്ഷെ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് എതിർപ്പില്ല. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് നാം നേർക്ക് നേരെ കണ്ടതാണ്. അവര് ഇത് അള്ളാഹുവിന് അർത്ഥതല്ലാത്ത, അള്ളാഹു അല്ലാത്തവർക്ക് അർത്ഥത തിന്നാറുണ്ടായിരുന്നില്ല, ബിംബാരാധന നടത്താറുണ്ടായിരുന്നില്ല, തെറ്റുകൾ കാണുമ്പോൾ അറുപ്പും വെറുപ്പും ഉണ്ടായിരുന്നു, നന്മ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അവർ കളവ് ജീവിതത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. അവരെ മക്കക്കാർ അമീൻ എന്ന ആ നാമകരണം ചെയ്തു തന്നെ ഇതിലൂടെയാണ്, ഈ കാരണത്തിലൂടെയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ടൈം സഹായിക്കുന്നില്ല. നാം അനൗൺസിൽ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ, ഞാൻ അനൗൺസ് നടത്താൻ വേണ്ടി കേരളത്തിൽ ഇരുന്നിട്ട് വരെ നമ്മുടെ ക്ലാസ് മെമ്പർമാർ അനൗൺസ് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. നാമുമായി, നമ്മുടെ ക്ലാസ്സുമായി, ഇവിടെ നടക്കുന്ന സേവനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അനൗൺസ് ചെയ്ത ആൾക്കാരിൽ നിന്നിട്ട് ചിലർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയാണെങ്കിലും അവർ നമ്മുടെ ക്ലാസ് മറന്നിട്ടില്ല എന്ന് വാട്സപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 35-ാമത്തെ വയസ്സിൽ കഅബയെ
പുതുക്കി പണിയുക എന്നൊരു പരിപാടി മക്കക്കാർ ചെയ്തതായ പ്രവർത്തനം വളരെ പ്രശസ്ത സംഭവമാണ്. ആ സംഭവം നടന്നതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 35 വയസ്സാണ്. നുബുവത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ മക്കക്കാരുടെ ഇടയിൽ കൊള്ളുന്നതായ ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. എന്തേ? കളവ് പറയാതെ, വഞ്ചിക്കാതെ, തട്ടിപ്പ് നടത്താതെ, വശീകരിക്കാതെ, ഒരു തെറ്റും ചെയ്യാതെ ജനങ്ങൾ വിശ്വസ്തൻ എന്ന് വിളിച്ചിരുന്ന വ്യക്തിയായിരുന്ന കാലഘട്ടത്തിലാണ് ആ സംഭവം. നിങ്ങൾക്കെല്ലാം അറിയാം. പലപ്പോഴും കേട്ട് പരിചയമുള്ളതായിരിക്കാം. ഈ അനൗൺസ് ചെയ്തത് കൊണ്ടും ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത രീതിയിൽ നിന്ന്, അവരുടെ ചരിത്രത്തിൽ നിന്നിട്ട് ഇന്ന ഭാഗങ്ങളൊക്കെ അവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 35-ാമത്തെ വയസ്സിൽ കഅബത്തെ പുതുക്കി പണിയാൻ വേണ്ടി, അത് പൊളിച്ചു പണിയാൻ വേണ്ടി മക്കക്കാർ തീരുമാനിച്ച ആ സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് എവിടെ വെക്കണം, ആര് വെക്കണം എന്നതിൽ ചർച്ചയുണ്ടായി. ഹജറുൽ അസ്വദ് എവിടെ വെക്കണം, ആര് വെക്കണം എന്നതിൽ ചർച്ചയുണ്ടായി. ആ ചർച്ചയുണ്ടായതായ സന്ദർഭത്തിൽ ഹജറുൽ അസ്വദിനെ തലസ്ഥാനത്തിലേക്ക് ആര് വെക്കണം എന്നതിൽ ചർച്ച കബീലകളുടെ നേതൃത്വങ്ങൾ അടിയിലേക്കെത്തി എന്നാണ്, കുഴപ്പത്തിലേക്കെത്തി, കൊലയിലേക്കെത്തി എന്നും പറയുന്നു. എന്ത്? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു വ്യക്തി കാബയുടെ വാതിൽ കൂടി, കാബയുടെ എന്ന് പറഞ്ഞാൽ ആ മസ്ജിദുൽ ഹറാമിൻ്റെ വാതിൽ കൂടി ആദ്യം കടന്നു വരുന്ന ആൾ ആരാണ്, അദ്ദേഹം പറയും പോലെ കാട്ടാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആ ആദ്യം കടന്നു വന്ന വ്യക്തിയോട് വ്യക്തി ആരാണെന്ന് നോക്കിയപ്പോൾ അത് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു കടന്നു വന്നത്. ആ കടന്നു വരുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രശ്നം പറഞ്ഞപ്പോൾ അവിടെ ഒരു തുണി വിരിക്കാൻ പറഞ്ഞു. ആ തുണിയുടെ മധ്യത്തിൽ ഹജറുൽ അസ്വദിനെ കയറ്റിവെച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കബീലക്കാരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ പൊക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നാലാൾ 4 മൂലയിൽ നിന്നിട്ട് പൊക്കി റസൂലുള്ളാഹിയുടെ ഷറഫാക്കപ്പെട്ട തൃക്കൈ കൊണ്ട് അതിനെ തലസ്ഥാനത്തിലേക്ക് സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പക്ഷേ ഈ സ്ഥാനത്തിലേക്ക് അവർക്ക് എത്താൻ, എല്ലാവരും അംഗീകരിക്കാൻ, എല്ലാ കുഴപ്പം മാറാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവരിലുണ്ടായിരുന്നതായ വിശ്വാസം. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അലം യജിദ്ക യതീമൻ ഫആവ വജദക ളാല്ലൻ ഫഹദാ വജദക عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث എന്ന ആയത്തിലൂടെ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ധാരാളം വിഷയങ്ങൾ ഇതിൽ ഇനിയും ശേഷിക്കുന്നുണ്ടെങ്കിലും നാം നിർബന്ധമായി ഇർഹാസാത്തുകൾ പറയുമ്പോൾ ഇർഹാസാത്തുകളുടെ കൂട്ടത്തിൽ ചില വ്യക്തികൾ സത്യം തൗഹീദ് അവിടെ പറഞ്ഞു കൊടുക്കാൻ നബിമാർ വരുന്ന കാലഘട്ടമല്ലാത്ത കുറേ കാലഘട്ടം വിട്ടുകടന്നു റസൂലുള്ളയും ഈസ നബിയുടെയും ഇടയിലായിട്ട്. ഏകദേശം 500 കൊല്ലം, അങ്ങനെയാണ് ഹദീസിലുള്ളത് അല്ലേ? ഈ 500 കൊല്ലത്തിനിടയിൽ അവിടെ വഹി ഉണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ വരേക്കും അവിടെ ഇബ്രാഹിമിൻ്റെ തൗഹീദുമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം സ്ഥാപിച്ചതായ, അവർ പ്രചരിപ്പിച്ചതായ തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഫിലായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോലെ ബിംബത്തിനെ ആരാധിക്കുന്നില്ല, അള്ളാഹു അല്ലാത്തവർക്ക് അറുത്ത മാംസം തിന്നാറില്ല, വഞ്ചിക്കാറില്ല, കളവ് പറയാറില്ല. അങ്ങനെ നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നവരോട് ഉണ്ടായിരുന്നു. അതും ഇർഹാസാത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നാം ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാം. അതിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് പല മെമ്പർമാരെ അറിയാൻ സാധിക്കും. അവരുടെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ചോദ്യം? എന്താ ചോദ്യം? നിങ്ങൾ ചോദ്യം എന്താ ചോദിച്ചത്? അവർ മാബൈന ഈ മദീനയിൽ ഇപ്പോൾ താമസിക്കുമ്പോൾ വളരെ അത്യുഷ്ണം, അതുപോലെ തന്നെ വളരെ മരം കോച്ചുന്ന തണുപ്പ്, ഇത് രണ്ടും ഈ നാട്ടിലുള്ളതാണ്. ഇപ്പോൾ മരം കോച്ചുന്ന തണുപ്പുള്ള സന്ദർഭമാണ് ഇപ്പോൾ നിങ്ങൾ വന്നതായ സന്ദർഭം.
അത് അത്ര ശക്തിയായിട്ടില്ലതാനോ. ഞങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തണുപ്പിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം 40 കൊല്ലം മുമ്പ് 45 കൊല്ലം മുമ്പൊക്കെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ റൂം എടുത്തിട്ട് ഹറമിൻ്റെ അടുക്കൽ വന്ന് താമസിക്കും. ഇതിനു വേണ്ടി ഇവിടെ റമദാൻ കൊണ്ടാടാനൊക്കെ. ആ കാലഘട്ടത്തിലൊക്കെ വരുന്ന തണുപ്പ് ഞങ്ങൾ ഇതൊക്കെ ധരിച്ചതോടൊപ്പം എന്ത് ചെയ്യും, ഉളൻ കൊണ്ടുള്ളതായ പുതപ്പ് കൂടി പുതക്കും. എന്താണ് പറയുക, കമ്പിളി, കമ്പിളിയും കൂടി പുതക്കും. അപ്പോൾ തണുപ്പ് എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവിടേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, തമദ്ദുന് കൊണ്ടുള്ളതാണത്. തമദ്ദുൻ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങളും കാറുകളൊക്കെ വർദ്ധിക്കുമ്പോൾ പണ്ടത്തെ അത് അനുഭവിക്കുകയില്ല. ഏതായാലും ഇരിക്കട്ടെ, ഈ സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ സബറ അലാ ലഅവാഇഹ സഅകൂനു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ. മദീനയിൽ താമസിക്കുന്നവർക്ക് അനുഭവപ്പെടേണ്ടി വരുന്നതായ ശക്തി, അവിടെയുള്ളതായ കഷ്ടതകൾ എന്തെല്ലാമുണ്ടോ, ലഅവാ എന്ന ശിദ്ദത്താണത്. ശിദ്ദത്ത് എന്തും അതിൽപ്പെടും. അത് അത്യുഷ്ണമാവട്ടെ, അമിതമായ മരഘോഷം തണുപ്പാവട്ടെ, അതെല്ലാം അതിൽപ്പെടും. അതിനെ ഒരാൾ ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് റസൂൽ കൊണ്ടുവന്ന മതത്തിൻ്റെ പിന്നാണ് നടന്നുകൊണ്ട് ജീവിക്കുന്ന വേളയിൽ ക്ഷമിച്ചാൽ, ക്ഷമ കൈകൊണ്ടാൽ എന്താ കിട്ടുക? സാകൂനു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഞാനവന് പരലോകത്തിൽ സാക്ഷിയോ ശുപാർശയോ ആകും എന്ന്. അത് മഹാനേട്ടമാണ്. അതോടൊപ്പം മദീന എന്ന് പറയുന്ന ഈ നാട്ടിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ സന്ദർശകർക്ക് വേണ്ടിയാണ് എങ്കിലും എല്ലാവരും പഠിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ഈ മദീനയെ അതിൻ്റെ പേര് മാറ്റി മദീനയെ തന്നെ ചേഞ്ച് ചെയ്തു. മദീനയുടെ മുമ്പത്തെ പേര് യഥ്രിബായിരുന്നു. പിന്നെ അത് അൽ മദീന എന്ന് ഖുർആൻ 4 പ്രാവശ്യം പറയുന്നുണ്ട് ഏകദേശം. എന്നാൽ ഈ പ്രഖ്യാപനം അനുസരിച്ചിട്ട് അള്ളാഹുവിന് റസൂലിന് യുദ്ധമില്ലാതെ കീഴടങ്ങിയതായ ആ നാടാണെന്ന് പ്രഖ്യാപിച്ച ശേഷം ഇവിടെ പിന്നെ വിശ്വാസപരമായ കാര്യത്തിൽ ചേഞ്ച് ഉണ്ടായി എന്ന് മാത്രമല്ല, അൽ അംനു അൽ ഇഖ്തിസാദി, അൽ അംനു അസ്സഹി, ആരോഗ്യപരമായിട്ട് എന്തുണ്ടായി? ഇവിടെ സുരക്ഷിതത്വം നൽകപ്പെട്ടു അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പകർച്ചവ്യാധി ഖിയാമത്ത് നാൾ വരെ എന്തുണ്ടാവുകയില്ല, പ്ലേഗ് രോഗം മദീനയിൽ നിന്നിട്ട് ഉടലെടുക്കുകയില്ല. പ്രഖ്യാപിച്ചിട്ട് 1437 വർഷമായി ഇവിടെ റസൂലുള്ളാഹി ഹിജ്റയ്ക്ക് വന്നിട്ട് ആ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിടം മുതൽ ഇതുവരെ ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടില്ല എന്ത്, പ്ലേഗ് രോഗം. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്ക്, മക്കയിലുണ്ടായിട്ടുണ്ട് എന്ത്, പ്ലേഗ് രോഗം. പക്ഷേ എന്നിട്ടും മദീനയിലുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരെ മക്കയിൽ. അപ്പോൾ മക്കയുടെ പ്രത്യേകത ഏതായാലും മദീനയ്ക്കില്ല. രണ്ടിനെ കൂടി ചേർത്ത് നാം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം ഏതാണ്? മക്കയാണ്, അല്ലേ? അത്രയും പ്രാധാന്യമുള്ള മക്കയാണെങ്കിലും മദീനയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, അതെന്തിനില്ല മക്കയ്ക്കില്ല. മക്കയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, അതെന്തിനില്ല മദീനയ്ക്കില്ല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കുക. അപ്പോൾ മദീനയുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൂട്ടത്തിൽ മദീനയിലേക്ക് വന്ന ഉടൻ തന്നെ ഈ ചേഞ്ചുകൾ ആരംഭിച്ചതായ ആ ചേഞ്ചുകളുടെ കൂട്ടത്തിൽ അൽ മദീനത്തു ഹറം മാ ബൈന ഐരിൻ വ സൗർ. ഐർ എന്ന സൗറി എന്ന 2 പർവ്വതങ്ങളുടെ മധ്യത്തിലാണ് എന്ത്, മദീന. അത് ഹറമാണ് എന്ന അർത്ഥത്തിലേക്ക്. എന്നല്ലാതെ മദീന എന്ന പട്ടണം ഇപ്പോൾ വികസിച്ച് അതിനൊക്കെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ മദീന എന്ന പട്ടണമല്ല ലക്ഷ്യം, മറിച്ച് എന്താണ് ഇവിടെ ഉദ്ദേശം? ഹറമാണ്. അഥവാ മക്ക ഹറം പോലെ. അത് വേറെ ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിമാണ് മക്കയെ ഹറമാക്കി അള്ളാഹിൻ്റെ ഓർഡർ അനുസരിച്ച് പ്രഖ്യാപിച്ചത്. എന്നാൽ അതുപോലെ ഇതാ ഞാൻ മദീനയെ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രഖ്യാപിക്കുന്നു ഹറമായിട്ട്. അങ്ങനെ പവിത്രതയുള്ള ഭൂമിയാണെന്ന് റസൂലുള്ള പ്രഖ്യാപിച്ച ആ സ്ഥലം, അത് ഒരു ഭാഗം മദീനയിലേക്ക് നിങ്ങൾ അബിയാർ അലി എന്ന ആ മീഖാത്തിൽ കൂടി നിങ്ങൾ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ വലതു ഭാഗത്ത് ഒരു ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെയുള്ളതായ ആ ആകൃതിയിലുള്ളതായ നീളത്തിലൊരു നീണ്ട കുന്ന് കാണാം വലതു ഭാഗത്ത്. അതിൻ്റെ പേരാണ് ഐർ കുന്ന്. ആ ഐർ കുന്ന് ആദ്യ ഒരടയാളം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉഹദ് പർവ്വതമുണ്ട്. ആ ഉഹദ് പർവ്വതത്തിൻ്റെ ബാക്കിൽ ഒരു ചെറുകുന്നുണ്ട്. ആ പൂഴിയോ അല്ലെങ്കിൽ കുന്നോ ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, സൗർ. അത് ഐർ, ആദ്യത്തത് ഐർ, ഇത് സൗർ. ഇതിൻ്റെ ഇടയിലാണ്. ഇത്
ഏകദേശം വടക്ക് തെക്ക് ഭാഗത്തിലുള്ളതായ അടയാളമാണ്. എന്നാൽ കിഴക്ക് പടിഞ്ഞാറുള്ളതായ അടയാളം ലാബത്തൈൻ എന്നതാണ്. ലാബത്തൈൻ എന്നും ഹദീസിലുണ്ട്, ഹറത്തൈൻ എന്നും ഹദീസിലുണ്ട്. ഹറത്ത് വാഖിം എന്നും നമുക്ക് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. നാം ഇപ്പോൾ ഇരിക്കുന്നതായ ഈ റോട്ടിൽ നിന്നിട്ട് അല്പം ഒരു 1/2 മീറ്റർ വരെ പോകേണ്ടതില്ല. മുമ്പോട്ടെത്തുമ്പോൾ ഹറത്ത് വാഖിം എന്ന സ്ഥലം ആരംഭിക്കുന്നു. അത് അവിടെ മുതൽ പിന്നെ ഇവിടുത്തെ ബലദിയയുടെ പേരനുസരിച്ചിട്ട് എറൈൽ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. എറൈൽ എന്ന ഭാഗമാണ്. അതും ബുഖാരിയിലുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹറകളിൽ നിന്നിട്ട് ഈ ഹറ ഷർഖിയുടെ ഭാഗത്തേക്ക് ഒരവസരത്തിൽ അൻസാറുകളുടെ വീടുകളിലേക്ക് ചെന്നതായ സന്ദർഭത്തിൽ അൻസാറുകളുടെ വീടുള്ളതായ അവരുടെ ഹൈമ അല്ലെങ്കിൽ ടെന്റ് അല്ലെങ്കിൽ ഒരു വീട് അകത്തേക്ക് കടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ നിന്നിട്ട് പുറത്തു പോയോ, അഥവാ ഹറമിൽ നിന്നിട്ട് നടത്തം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറച്ചൽ പറഞ്ഞപ്പോൾ അവർക്ക് ബേജാറായി, അവരുടെ വീട് ഹറമെന്ന് പുറത്തായി പോയോ എന്ന്. അവർക്കും പ്രയാസമുണ്ടായി. ഈ പ്രയാസം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കൊന്ന് നോക്കട്ടെ എന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങി 2 ഭാഗത്ത് നോക്കി. 2 ഭാഗം നോക്കിയിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ എറയിലാണല്ലേ? അതെ, നിങ്ങൾ ഇപ്പോഴും മദീനയിൽ തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോഴും മദീനയിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ് സ്ഥിരീകരിക്കുന്നത്? ഹറ ഷർഖിയ എന്ന് പറയുന്നതായ ആ ഭാഗത്തിൽ എറയിൽ ആണതിൻ്റെ അതിർത്തി. അതുവരേക്കുമാണ് ഹറമിൻ്റെ അതിർത്തി. പിന്നെ ഇത് പടിഞ്ഞാറ് നാം പറഞ്ഞത് ആദ്യം വടക്ക് തെക്കാണ്, ഇപ്പോൾ പറയുന്നത് കിഴക്ക് പടിഞ്ഞാറാണ്. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നുള്ള സമയം ഈ ഇത് സ്ഥലം ഈ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം ഭാഗം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മദീനയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരുടെ നാട്ടിലല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്നിട്ട് ഖിബില എവിടേക്കാണ്? പടിഞ്ഞാറോട്ടാണ് അല്ലേ? പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ടാണ് കാബം. ഇവിടെയോ ഖിബില എവിടേക്കാണ്? തെക്കോട്ടാണ്. ഇവിടെ തെക്കോട്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി വഫാത്തായി കിടക്കുന്നത് അവരുടെ മുഖം എങ്ങോട്ടാണ്? തെക്കോട്ടാണ്. അവിടെ തല എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ്. അവരുടെ കാലെങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഖിബിലത്തുക്കും അംവാതം വഹ്യ, മരിച്ചാലും ജീവിച്ചാലും നിങ്ങളുടെ ഖിബില അത് കാബയാണ്. അപ്പോൾ കാബ ഏത് ഭാഗത്തുണ്ട് അതാണ് ഖിബില. അപ്പോൾ ഖിബിലയുടെ ഭാഗം അതാണ് മദീനയിൽ നിന്നിട്ട് തെക്ക്. അപ്പോൾ ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് ഹിജ്റ വന്ന ഉടനെ തന്നെ ഹറ ഗർബിയ എന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് കറുത്ത പാറക്കല്ലുകൾ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്നതായ ഒരു ഇതുണ്ടല്ലോ, കറുപ്പ്, ആ പടർന്നു കിടക്കുന്ന കറുത്ത മണ്ണുണ്ട് അല്ലെങ്കിൽ കറുത്ത കല്ലുണ്ട്. ആ കല്ലുള്ളതായ മേഖലയാണ് ഹറ എന്ന് പറഞ്ഞാൽ. അത് ഷർക്കാണെങ്കിലും ഗർബാണെങ്കിലും ആ ഗർബിലുള്ളതായ ഹറയിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വീകരണം നൽകപ്പെട്ടത്. റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജ്റയുമായിട്ട് 1438 വർഷം മുമ്പ് ഒരു റബീഉൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ ഈ വിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ. അപ്പോൾ ഇത് 2 അടയാളം. ഇത് ഹറ ഗർബിയ. ഈ ഭാഗത്ത് മദീനയുടെ ഹറമിൽ ഏറ്റവും വിശാലതയുള്ള ഹറം അത് ഏത് ഭാഗമാണ്? ഗർബിലാണ്. അതുകൊണ്ടാണ് ഗർബിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഹറമിൻ്റെ അതിർത്തി ബീർ അലി ദുൽഹുലൈഫ ഇഹ്റാം കെട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വരെ ഹറമാണ്. അത്ര വിശാലത എവിടെയില്ല, മറ്റേത് ഭാഗങ്ങളിലും ഹറമിനില്ല. ഇത് ആണ് ഹറമിൻ്റെ അതിർത്തി. പക്ഷേ ഹറം പിടിക്കുമ്പോൾ ഒരു തത്വം ഇതോടുകൂടി പഠിക്കേണ്ടതുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. ഞങ്ങളുടെ ടൈം അവസാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിക്രമിച്ചിട്ടുണ്ട്. സ്ഥിരം ക്ലാസ് മെമ്പർമാർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ഇരിക്കട്ടെ, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹദസ ഫീഹാ ഹദസൻ, ഈ പുണ്യഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹ് ഹറാമാക്കിയ, അള്ളാഹ് ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിച്ച, അള്ളാഹ് ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഇസ്ലാമിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലാകുന്ന ആ മദീനയിൽ വെച്ചിട്ട്, ആ സ്വർഗത്തോപ്പ് ഉൾക്കൊള്ളുന്നതായ മദീനയിൽ വെച്ചിട്ട് ആരെങ്കിലും ഇല്ലാത്ത, ദീനിലില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവരാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്ത വല്ല ബിദ്അത്ത്, ചെറുതോ വലുതോ ഏത് ബിദ്അത്ത് ഇവിടെ നിന്ന് ചെയ്താൽ
ഫഅലൈഹി ലാനത്തുല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ, വൽ മലായിക മലക്കുകൾ ശപിക്കട്ടെ, വന്നാസി അജ്മഈൻ ആ സകലം ജനങ്ങളുടെ ശാപം അവനുണ്ടാവട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫുൻ വലാ അദ്ല, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല. പിന്നെ വേറെ റിപ്പോർട്ടിൽ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ, അവനിൽ നിന്നിട്ട് സർഫോ അദ്ലോ ആയ ഒന്നിനെയും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന്. അഥവാ ഫറദോ സുന്നത്തോ ആയ ഒന്നും അവനിൽ നിന്നിട്ട് അള്ളാഹ് സ്വീകരിക്കുകയില്ല. ഏതായാലും ഇരിക്കട്ടെ, ഇതാണ് അതിർത്തിയുടെ സ്വഭാവം. എന്നാൽ വേറെ വല്ല സംശയം ഉണ്ടെങ്കിൽ സന്ദർശകർക്ക് ചോദിക്കാം. ഉണ്ടോ? ഖബറിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിച്ചവരാണല്ലോ അല്ലേ? ഖബറിൻ്റെ ആകൃതിയൊക്കെ സുധാന ഖബർ ഇപ്പോൾ മണലിലാണ്, കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ പരിസരത്തിൽ വൻമതിലാണ് എന്നൊക്കെ അറിയുമല്ലോ. വേറെ ശരിക്കല്ല, പിന്നെ ബുഖാരിയിലുള്ളതാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നമ്മിലേക്ക് സ്ഥിരീകരിക്കപ്പെട്ട് വന്നതായ ഹദീസാണെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഇൻഷാ അല്ലാഹ് നീട്ടി വലിച്ച് നാളെ നിങ്ങൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഈ വിഷയം സാന്ദർഭോചിതമായിട്ട് വേണ്ടി വന്നാൽ പറയാം, ടൈമില്ല, ഇല്ലെങ്കിൽ അത് വളരെ പരത്തി പറയേണ്ടതാണ്. നാം അഥവാ നിഷേധിക്കുന്ന ആൾ ഇപ്പോൾ നിഷേധിച്ചപ്പോൾ പറയുന്നതായിട്ട് ഖേദകരമെന്ന് പറയട്ടെ, തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് പറയുന്നവരിൽ നിന്നിട്ട് തന്നെ അങ്ങനെയുള്ളതായ പാളിച്ചകൾ വരുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, സത്യത്തിലേക്ക് മടക്കട്ടെ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരിൽ നിന്നിട്ട് ചിലർ പറഞ്ഞതായ തെറിയിൽപ്പെട്ടതാണ്. എന്ത് തെറി തന്നെയാണത് യഥാർത്ഥത്തിൽ. ഇത് വിഷമാണ്, ഈ വിഷത്തിൻ്റെ വിഷം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കുടിക്കൂ, നിങ്ങൾ 7 അജുവയും കഴിക്കൂ, അപ്പം മാറുന്ന നോക്കട്ടെ, എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അല്ലേ? അസൽ ഖുർആനിലുള്ളതല്ലേ? ഇപ്പം നമുക്ക് എന്തായാലും അള്ളാഹ് അസലിനെ കുറിച്ച് പറഞ്ഞത് ഫീഹി ശിഫാഉൻ ലിന്നാസ്, മനുഷ്യന്മാരുടെ രോഗങ്ങൾ അതിലൂടെ മാറും അള്ളാഹ് പറയാണ്. എന്തിനെ കുറിച്ച്? അസലിനെ കുറിച്ച് അല്ലേ? ഒരാൾ പറയാണ് ഇതാ എനിക്കിപ്പോൾ രോഗം ക്യാൻസർ, ഇതാ അസലിന് രോഗം മാറ്റാൻ പറ്റുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇതാ ഞാൻ കുടിക്കുകയാണ്, മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുടിച്ചാലോ? മാറൂല. ഏതുപോലെ ഈ നിഷേധിക്കുന്നവൻ അജുവ ജീവിതം മുഴുവൻ തന്നാൽ ഒരു ഫലം കിട്ടൂല. എന്തേ? ഈ ഖുർആനിൽ പറയുന്ന സുന്നത്തിൽ പറയുന്ന ഏത് ചികിത്സ അത് ഉപയോഗിക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ക്ലിയർ ആവണം. എന്ത്? നീയത്ത് ക്ലിയർ ആവണം. നീയത്ത് ക്ലിയർ ആവണം. സംസമിലുള്ള നീയത്ത് എത്ര ക്ലിയർ ആകുന്നു അത്ര അതുകൊണ്ട് ഫലം കിട്ടുന്നു എന്നാണ്. ഞാൻ സംസമിലൂടെ അത്ഭുതങ്ങൾ കണ്ട ആളാണ്. ഞാൻ സംസം ഒരു റിയാദിലുള്ളതായ ഒരു ഫിലിപ്പീൻ സുഹൃത്തിന് ക്യാൻസർ പിടിച്ചു. ഞാൻ മദീനത്തുള്ള സമയത്താണ്, അവിടെ നിന്നാണ് ഫോൺ വരുന്നത്. ക്യാൻസർ പിടിച്ചു. അവസാനം റിപ്പോർട്ട് നൽകപ്പെട്ടു ഡോക്ടർമാർ, നിങ്ങൾ ജീവിക്കാൻ യാതൊരു ചാൻസുമില്ല, മേരിക്ക് ഉറപ്പാണ്. അങ്ങനെ അവർ കൈവടിഞ്ഞു. റൂമിലേക്ക് നിരാശനായി ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ആ ഫിലിപ്പിയൻ കടന്നു ചെല്ലുന്നു. ഇത് കണ്ടപ്പോൾ കൂടെ താമസിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്തായ പാകിസ്ഥാനി ചോദിച്ചു, എന്താ സംഭവിച്ചത്? റിപ്പോർട്ട് ഇങ്ങനെയാണ്, എനിക്കിനി ജീവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞങ്ങളുടെ വെള്ളമുണ്ട്, നിങ്ങളൊന്ന് കുടിച്ചു നോക്കി. അപ്പോൾ മൂപ്പര് ജീവിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ജീവിച്ച് കിട്ടണം. മൂപ്പര് ആ വെള്ളം വാങ്ങി. അതെന്താണ്? സംസം വെള്ളം. എന്നിട്ട് റബ്ബിനോട് മൂപ്പര് പറയുന്നു, റബ്ബേ, മൂപ്പര് ക്രിസ്ത്യാനി ആയതുകൊണ്ട് റബ്ബിൽ വിശ്വാസം ഉണ്ടല്ലോ, റബ്ബേ, ഈ വെള്ളത്തിൻ്റെ ഉടമയായ നീ, ഇതിനെ ബഹുമാനിക്കുന്ന മുസ്ലിങ്ങൾ പറയുന്ന ഇസ്ലാം, അത് ഞാൻ ആശ്ലേഷിക്കാൻ തയ്യാറാണ്, എൻ്റെ രോഗം മാറ്റി തന്നാൽ. കുടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ വീണ്ടും അതേ ഹോസ്പിറ്റലിലേക്ക് പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു അടയാളമില്ല, ക്യാൻസറിന് ഒരു അടയാളമില്ല. ഇത് അനുഭവത്തിൽ അറിഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വരെ രോഗം പിടിച്ചിട്ട് രോഗം ബാധിച്ചുകൊണ്ട് എൻ്റെ കുടുംബ മെമ്പർ ഇവിടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുടിച്ചോളി, നിങ്ങൾ വന്നത് വെള്ളം കുടിക്കണം എന്ന ലക്ഷ്യം, കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കണം സംസം ഇവിടുന്ന് തന്നെ എന്നുദ്ദേശിച്ച് വന്നതാണ്. എന്നിട്ട് ഗർഭാശയത്തിലുണ്ടായ ക്യാൻസർ നാട്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ ഒരു അടയാളവുമില്ല. എന്തേ? വിശ്വാസത്തോട് കൂടി കുടിച്ചു.
ആത്മാർത്ഥതയോട് കുടിച്ചു. അപ്പോൾ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൽ ഇവിടെ കൊണ്ടുവന്ന ഹദീസുകളും ദൃഷ്ടാന്തങ്ങളും തെളിയിക്കപ്പെട്ടതാണെങ്കിൽ അത് അംഗീകരിക്കണം എന്ന നിർബന്ധമുണ്ടാവണം. അപ്പോഴാണ് ഇസ്ലാമിക തിബ്ബിലൂടെ ഫലപ്രദമുണ്ടാവും, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക, അതിൽ ഫലം ലഭിക്കുക. ആ ഇനത്തിൽ പെടാൻ ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കൊണ്ടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ളതായ ഹദീസ് നിഷേധികളുടെ ശല്യത്തിൽ നിന്നിട്ട് നമ്മുടെ കുട്ടികളെ, സന്താനങ്ങളെ, ഉയർന്നു വരുന്നതായ മുതിർന്ന നമ്മുടെ യുവാക്കളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള തെറി പറയുന്ന വിഭാഗത്തെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ഷമിക്കണം, നീട്ടിപ്പോയതിൽ അതിഥികളെ പരിഗണിച്ചുകൊണ്ടാണ് നാം നീട്ടിയത്. എന്താണ്